അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കുട്ടികളെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് 4ാം ക്ലാസ്സിലെ ദുറൂസിൻ്റെ പരീക്ഷ? വളരെ വളരെ സിമ്പിളായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വന്നത്. അതാണ് പ്രത്യേകത. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ നമ്മളെ ലൈവ് വീഡിയോയിലും അതുപോലെ നമ്മൾ റിവിഷൻ ക്ലാസ്സിലും പറഞ്ഞ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഇന്ന് നടന്ന ദുറൂസിൻ്റെ പരീക്ഷയ്ക്ക് വന്നു എന്നുള്ളതാണ് പ്രത്യേകത. ആദ്യത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം. ഒന്നാമത്തെ എന്താണ്? വൃത്തി എന്താണ്? ലാസ്റ്റ് ഈമാനിൻ്റെ ഭാഗമാണ്. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. അടുത്ത വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെച്ച് കയറണം. വലത് കാൽ വെച്ച് കയറുക. അടുത്ത വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതു കാൽ വെച്ച് ഇറങ്ങുക. അടുത്തത് നമ്മുടെ പ്രകൃതി നമ്മൾ പറഞ്ഞതായിരുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അടുത്തത് വിഭവങ്ങളുടെ അമിതവ്യയം പോലും, ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ലൈവ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. വിഭവങ്ങളുടെ അമിതവ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. അടുത്ത പൂർത്തിയാക്കാം. എന്താണ്? മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന വലിയ പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. സ്പെല്ലിങ് തെറ്റാതെ എഴുതിയവർക്ക് ഫുൾ മാർക്ക് കിട്ടും. മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, പ്രകൃതിയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് ഡാഷ്. നമ്മൾ അന്ന് തന്നെ പറഞ്ഞതാണ്. എന്താണ്? പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞിരുന്നു. സ്പെല്ലിങ് തെറ്റാതെ എഴുതാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ തന്നെ. പ്ലാസ്റ്റിക് കണ്ടില്ലേ? ഇങ്ങനെയാണ് പ്ലാസ്റ്റിക് എന്ന് എഴുതേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണ്? അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാനി യശുദ്ദു ബഅ്ലുഹു ബഅ്ള അല്ലേ? യശുദ്ദു ബഅ്ലുഹു ബഅ്ള കണ്ടില്ലേ? അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം ലൈസ മിന്ന. അടുത്ത ചോദ്യം എന്താണ്? ലൈസ മിന്ന മല്ലം യർഹം സഗീറന വയഅരിഫ് ഡാഷ്. എന്താണ്? വയഅരിഫ് ഷറഫ കബീരിന. ഇത് മാത്രം പൂരിപ്പിച്ചാൽ മതി. വയഅരിഫ് ഷറഫ കബീരിന. അടുത്ത ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹുസൈനും മിന്നി വ അനമിൻ. എളുപ്പമുണ്ട്. എന്താ? വ അനമിൻ ഹുസൈൻ. ഇവിടെ ഹുസൈൻ എന്നുണ്ടല്ലോ, അതിങ്ങോട്ട് എഴുത്തെഴുതിയാൽ തന്നെ അതിൻ്റെ ഉത്തരമായി. ഹുസൈനും മിന്നി വ അനമിൻ ഹുസൈൻ. കണ്ടോ? ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരം. ചോദ്യത്തിൽ തന്നെ എന്തുണ്ട്? ഹുസൈൻ എന്നുണ്ടല്ലോ, അതിങ്ങോട്ട് എഴുതിയാൽ എന്തായി? അതിൻ്റെ ഉത്തരം ആയി. അടുത്ത ചോദ്യമാണ് വളരെ നമുക്ക് വളരെ സന്തോഷം നൽകുന്നത്. കാരണം ഞാൻ ഇന്നലെ ലൈവ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് രണ്ടും ഗ്രൂപ്പാക്കി ചെയ്യാൻ വേണ്ടി പരീക്ഷയ്ക്ക് വരും. അതുപോലെ തന്നെ വന്നു. ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയവരോട് ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ മുതിർന്നവരോടുള്ള അദബിൻ്റെ ഭാഗവുമായി ചെയ്യാവുന്ന കാര്യങ്ങൾ വേർതിരിക്കാൻ പറഞ്ഞു. തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക, അതെന്താണ്? ചെറിയവരോടുള്ളതാണ്. ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക, അത് മുതിർന്നവരോടുള്ളതാണ്. അദബോടെ സംസാരിക്കുക, അതും മുതിർന്നവരോടുള്ളതാണ്. അദബോടെ വിളിക്കുക, അതും മുതിർന്നവരോടാണ്. നന്മ കണ്ടാൽ പ്രശംസിക്കുക, അത് ചെറിയവരോട്. അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും ഒരെണ്ണം അതാണ് ചെറിയവരോടുള്ള കരുണ. ബാക്കി മുഴുവൻ എന്താണ്? മുതിർന്നവരോടുള്ള ബഹുമാനത്തിൻ്റെ ഭാഗമാണ്. അടുത്ത ചോദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? അബൂ ഖുഹാഫ അല്ലേ? അടുത്ത് മക്ക വിജയ ദിവസം ശത്രുക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? നമ്മൾ ഇന്നലെ പറഞ്ഞതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് നൽകുകയാണ് ചെയ്തത്. ശത്രുക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് നൽകുകയാണ് ചെയ്തത്. ഇത് എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടി. അടുത്തത് യർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ച് നടന്നത് ആരാണ്? വളരെ സിമ്പിളായ ചോദ്യം, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഹുദൈഫ റളിയല്ലാഹു അൻഹു. അടുത്ത പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ? പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ എങ്ങനെ മലിനമാക്കും? അത് നമ്മൾ പഠിച്ചതാണ്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. ഇതാണ് എഴുതേണ്ടത്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക. ഇത് സ്പെല്ലിങ് തെറ്റാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം സഅദ് റളിയല്ലാഹു അൻഹുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട അമിതവ്യയം എന്തായിരുന്നു? ഇതേ ചോദ്യം നമ്മൾ ചർച്ച ചെയ്താണ്, നമ്മൾ പറഞ്ഞതാണ് അല്ലേ? സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട അമിതവ്യയം എന്തായിരുന്നു?
ഇതാ കണ്ടില്ലേ, ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഉത്തരം. എന്താണ് സഅദ് റളിയല്ലാഹു അൻഹു കണ്ടത്? സഅദ് റളിയല്ലാഹുവിൽ എന്താണ് കണ്ടത്? ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നത്. അത് എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ 2 ഇതാണ്. പ്ലാസ്റ്റിക് നിയന്ത്രിക്കാനുള്ള വഴികൾ അതൊക്കെ നമ്മൾ തുണിസഞ്ചി ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് പഠിച്ച ആളുകൾക്ക് വളരെ എളുപ്പമായിരിക്കും. തുണിസഞ്ചി ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. 2 എഴുതിയാൽ മതി. അടുത്ത ചോദ്യം, സാഹോദര്യം നിലനിർത്തുന്നതിന് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്? അത് വളരെ സിമ്പിളായ ചോദ്യം, ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് അല്ലേ. മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക, അവരുടെ ദുഃഖങ്ങൾ ദുഃഖിക്കുക, അവരെ സഹായിക്കുക, തെറ്റുകൾ സൗമ്യമായി തിരുത്തുക, അവരുടെ ആവശ്യങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുക, അവരെ സന്തോഷത്തിൽ സന്തോഷിക്കുക. ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമുള്ള 2 എഴുതിയാൽ മതി. അടുത്ത ചോദ്യം, വൃത്തിയുള്ള ശരീരത്തിന് ചെയ്യേണ്ടവ. അതും നമ്മൾ ഇന്നലെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അഥവാ 1-ാം പാഠത്തു നിന്നുള്ള ചോദ്യമാണ്. എന്താണ്? മിസ്വാക്ക് ചെയ്യുക, പിന്നെ നഖം മുറിക്കണം, കുളിക്കണം. അതിൽ നിന്ന് 2 എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടി. അടുത്ത അവസാനത്തെ ചോദ്യം, ബിസ്മില്ലാഹി ഡാഷ് അലല്ലാഹി ഡാഷ് വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ ഇതാണ് ചോദ്യം വന്നത്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദുറൂസിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? വളരെ സിമ്പിളായിരുന്നു അല്ലേ? ഒക്കെ നിങ്ങൾ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.